തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലുള്ള കല്ലൂക്കാരൻ പോൾസന്റെയും ഭാര്യ ഷിൻസിയുടെയും ഹൃദയം നുറങ്ങുന്ന വേദനയ്ക്കിടയിൽ നിന്നെടുത്ത കരുത്തുറ്റ ഒരു തീരുമാനം ചരിത്രമാവുകയായിരുന്നു. ഒരുപാട് പേർക്ക് ആവർത്തിക്കാൻ പ്രചോദനമായ വീരചരിത്രം. ഓഗസ്റ്റ് 15 അന്നാണ് പോൾസൺ കല്ലൂക്കാരനും തന്റെ 12 വയസ്സുള്ള മകൻ ആദിത്തും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടത്. ഓഗസ്റ്റ് 18 ആശുപത്രി അധികൃതർ ആദിത്യന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. വിടരും മുമ്പേ കൊഴിഞ്ഞുപോയത് ആ കുടുംബത്തിന്റെ വെളിച്ചമായിരുന്നു ആദിത്യ. കരുത്തുറ്റ ഒരമ്മയുടെയും അച്ഛന്റെയും തീരുമാനം ഒരുപാട് അച്ഛനമ്മമാർക്ക് വഴികാട്ടിയായി. അവരെ വേർപിരിഞ്ഞു പോയ ഈ കുഞ്ഞ് ഇന്ന് തന്റെ ഹൃദയം തന്ന ദൈവത്തിന്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിട്ടാണ് പോയിട്ട്. ആ മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ പുണ്യം. ആദിത്യ ഇവിടെ ഇല്ല, പക്ഷെ ഇന്ന് ഈ നമ്മുടെ സമൂഹത്തിലുണ്ട് ആദിത്യ. ഇന്ന് കുട്ടികൾക്ക് ഒരു പാഠപുസ്തകമാണ്. ജീവിതത്തിൽ ആദിത്യന്റെ മാതാപിതാക്കൾ എടുത്ത തീരുമാനം നമ്മുടെ വരും തലമുറ കണ്ടുപിടിക്കണം. ആദിത്യന്റെ വീട്ടുകാർ നൽകിയ സമ്മതം അത് ലോകത്തിന് മാതൃകയാണ്. കേരള സമൂഹം അഭിമാനിക്കുകയാണ് ഈ കുടുംബത്തെ ഓർത്ത്. അഭിമാനത്തോടെ ഒരു പ്രദേശം അവനെ യാത്രയാക്കി. ഉറ്റവരും ഉടയവരും സ്നേഹിതരും സഹപാഠികളും കണ്ണുനീർത്തുള്ളികൾക്കിടയിലൂടെ അഭിമാനത്തോടെ ആദിത്യനെ അവസാനമായി ഒന്ന് നോക്കി. വിശ്വമതിനുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. സ്നേഹിതരേ, സോദരരേ, കാണുകയില്ലിനി നാം ഓർക്കണമേ. 1000 അന്ത്യചുംബനങ്ങളും സ്നേഹത്തിന്റെ സല്യൂട്ടും ആ കുഞ്ഞു ശരീരം ഏറ്റുവാങ്ങി യാത്രയായി. ആദിത്യ മരിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും നീറിപ്പുകഞ്ഞിരുന്ന അവരുടെ മനസ്സിലുള്ള ഏക ആശ്വാസം ഇതായിരുന്നു. ഇന്നവന്റെ ഹൃദയം മറ്റൊരു കുഞ്ഞിന്റെ ശരീരത്തില് തുടിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മകന്റെ ഹൃദയം കസാക്കിസ്ഥാനിൽ എവിടെയോ ഒരു പെൺകുട്ടിയുടെ നെഞ്ചിനുള്ളിൽ മിടിക്കുന്നുണ്ടെന്നറിഞ്ഞ അവർ അവളെ ഒന്ന് കാണാൻ വെമ്പി. അവരുടെ ആഗ്രഹം പോലെ ഒരു ദിവസം ദിൽനാസ് എന്ന ഖസാക്കിസ്ഥാൻ പെൺകുട്ടി അമ്മയോടൊപ്പം ആദിത്യന്റെ മാതാപിതാക്കളെ കാണാൻ കേരളത്തിലെത്തി. ദിൽനാസ് നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ പൊന്നുമോൻ ആദ്യം തിരിച്ചു വരുന്ന പോലെ തന്നെയാണ് തോന്നിയത്. ആദിത്യന്റെ മരണത്തോടെ ഒരിക്കലും ചിരിച്ചു കണ്ടിട്ടില്ലാത്ത ആ അമ്മ ഒന്ന് പുഞ്ചിരിക്കുന്നത് കണ്ടു. ആ പുഞ്ചിരി അവിടെ കൂടി നിന്നവരിലേക്കും മെല്ലെ പടർന്നു. ഞങ്ങളുടെ പൊന്നുമോൻ ഞങ്ങളെ വിട്ടു പോയിട്ട് വർഷങ്ങളായെങ്കിലും ആ മകള് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾ ആ മകളുടെ ഹൃദയമെടുപ്പ് കേട്ടപ്പോൾ ഞങ്ങളുടെ പൊന്നുമോൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. സ്റ്റെതസ്കോപ്പിന്റെ കുഴലിലൂടെ ആ മകൻ വീണ്ടും അമ്മയുടെ കാതുകളെ കുളിരണിയിച്ചു. അച്ഛന്റെ നെഞ്ചിലെ തീയിലേക്ക് ഒരു കുളിർമഴയായി അവൻ പെയ്തിറങ്ങി. സഹോദരിയോട് കുശലം ചോദിച്ചു. കൂടി നിന്നവരോടെല്ലാം ദിൽനാസിലൂടെ അവൻ സംസാരിച്ചു.
സന്തോഷവും സങ്കടവും കലർന്ന സ്നേഹത്തിന്റെ കുറെ നിമിഷങ്ങൾ അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു. ദേശത്തിനും ഭാഷയ്ക്കും മറ്റെല്ലാത്തിനും ഉപരി സ്നേഹത്തിൽ വീർപ്പുമുട്ടി ദിൽനാസ് ആദിത്യനോടും അവന്റെ കുടുംബത്തിനോടും നിശബ്ദമായി നന്ദി പറയുകയായിരുന്നു. അന്നേ ദിവസം അവിടെ കൂടിയവരോട് ഡേവിസ് ചിറമലച്ചൻ പറഞ്ഞ ഈ വാക്കുകൾ ഇത്തരം നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ പ്രചോദിതരാക്കും. ആദിത്യ എന്ന് പറയുന്ന ഈ കുടുംബത്തിലെ പൊന്നോമന മകന്റെ ഹൃദയം പേറിക്കൊണ്ടാണ് ദിൽനാസ് ഇവിടെ നിൽക്കുന്നത്. ആ കുഞ്ഞിന് ഹൃദയം പറിച്ചു കൊടുത്ത മനുഷ്യരാണ് പോൾസനും ഭാര്യയും സഹോദരിയും. ഈ കുടുംബത്തിലെ സ്വർഗതുല്യമായ ഒരു അനുഭവമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൻ സ്വർഗത്തിലിരിക്കുമ്പോൾ ആ ശരീരത്തിലെ ഹൃദയം ഇവിടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ അനുഭവം. അവയവദാനം എന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉന്നതത്തിൽ എത്തിയ കേരളത്തിന് ഈ കാഴ്ച ഒരു വലിയ ഊർജം പകരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ശരീരം ഈ മണ്ണിലെ പുഴുക്കൾക്ക് തിന്നാൻ വിട്ടുകൊടുക്കുന്നതാണോ അതോ അഗ്നിയിലിട്ട് കത്തിച്ച് ചാരമാക്കുന്നതാണോ ഇങ്ങനെ ദിൽനാസിന്റെ ഹൃദയത്തിലിരുന്ന് മിടിക്കുന്നതാണോ ഏറ്റവും വിലപ്പെട്ടതെന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ തിരിച്ചറിയുക. ഹൃദയം പൊട്ടുന്ന വേദനയോടെയാണെങ്കിലും മകന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ സാധിച്ചതുകൊണ്ട് അവന്റെ സാന്നിധ്യം ഇന്നും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവയവദാനത്തിന്റെ മഹത്വം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആദിത്യന്റെ ഈ വീഡിയോ. കൃത്യസമയത്തെടുക്കുന്ന ശരിയായ തീരുമാനങ്ങൾ ഒരുപാട് മനുഷ്യർക്ക് ജീവനേകുവാൻ സഹായിക്കും. കൈപിടിക്കാം ജീവിതത്തിലേക്ക് അവയവദാനത്തിലൂടെ.